എന്താണ് പരിപാടി? ഇതെന്താ അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മളുടെ മനസ്സ് ഒരേപോലെ അല്ലേ, വേണ്ടിയില്ലല്ലേ? അപ്പോ നമ്മൾ ഇന്ന് മുതൽ വേണ്ടേ അവിടെ നോട്ടെ, നമ്മൾ ഇന്ന് മുതൽ തിന്നുന്ന വീഡിയോ എങ്ങനെ ഇടും? ഇന്ന് മുതൽ നമ്മൾ പോകുന്ന സ്ഥലത്തിലെ തിന്നുന്ന വീഡിയോകളൊക്കെ ഇവിടെ ഇടുന്നതായിരുന്നു. മനസ്സിലായി? കാരണം എന്തായാലും നമ്മൾ കുറേ തിന്ന് പൈസ കളയും. അപ്പൊ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ഒരു നാട്ടിൽ ചെന്ന് അവിടുത്തെ എല്ലാ ഭക്ഷണ രീതിയും, ഭക്ഷണ കൾച്ചർ എല്ലാം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇത് കുറച്ച് കൂടുതലാണെന്നുള്ളൂ. അത് ഞങ്ങൾ കുറച്ച് പഠിക്കാൻ കുറച്ചുകൂടി താല്പര്യമുള്ള കുട്ടികളായതുകൊണ്ട് കുട്ടികൾ അപ്പൊ ഇന്ന് മുതൽ ഞങ്ങൾ കഴിക്കുന്ന കാണുന്ന എല്ലാത്തര കാഴ്ചകളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഒരു എളിയ ശ്രമം. അപ്പൊ ആദ്യ സ്ഥലം എന്ന് പറയുന്നത് ഹൈദരാബാദിലെ ഏറ്റവും, ഇങ്ങനെയല്ല, പുറത്തുനിന്ന് ഒരാൾ വന്നാൽ സ്വാഭാവികമായിട്ട് ഹൈദരാബാദിൽ വന്നാൽ കഴിക്കാറ് ഈ പറഞ്ഞ പോലെ ഹലീം ചോദിക്കും, ബിരിയാണി, ഈ രണ്ട് സാധനമാണ് മെയിൻ. അല്ലാതെ പിന്നെ ഈ പറഞ്ഞ കുറച്ച് മധുരമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഈ മലായി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇവിടെ അതായത് ഹൈദരാബാദിലുള്ളവർ മാത്രം എന്നല്ല, ഇപ്പൊ അത് വ്ളോഗ് കിട്ടേണ്ട ആൾക്കാർ അറിയാൻ തുടങ്ങി. ഇവിടെ ഉള്ളിൽ ഈ ഹൈദരാബാദിന്റെ ഉള്ളികളിൽ അതേപോലെ ബാർക്ക് സ്പോട്ട് ഏരിയയിലൊക്കെ കുറച്ച് അതെ ഞങ്ങള് പിന്നെ ആളുകൾക്ക് അറിയാവുന്ന ഒരു കടയായിരുന്നു അൽവാദി. ഇപ്പൊ ആളുകൾ മൊത്തം അറിയാൻ തുടങ്ങിയത്. അതായത് അറേബ്യൻ ഫുഡാണ് മെയിൻ. അപ്പൊ യമനി ഫുഡ് കഴിക്കാന് പാരമൗണ്ടിലുള്ള അൽവാദി, അതേപോലെ അതിന്റെ അടുത്ത് ഇതേപോലത്തെ വേറെ കുറെ ഹോട്ടലുണ്ട്, അൽ കബീർ, പിന്നെ നമ്മളെ മറ്റേ രാത്രി ഫൽഫല. ഇവിടെയും ഈ പറഞ്ഞ ചില ഐറ്റംസ് ഒക്കെ ഇവിടെ മാത്രം കിട്ടും, ഫൽഫലി മാത്രം കിട്ടുന്ന പലയിടത്തും കിട്ടും. പക്ഷെ അവിടെ കിട്ടുന്ന ഒരു ഐറ്റംസ് ഒക്കെ ചില ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇനി പോവാണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ പോരാ, നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ വീഡിയോ എടുക്കും, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഈ പറഞ്ഞവർക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ ഇങ്ങനെ കുറച്ച് ഹോട്ടലുണ്ട് പറയുമ്പോൾ ഓർക്കും ഇതിനു മുമ്പ് കുറെ ഹൈദരാബാദിൽ വന്നേക്കാം, പക്ഷെ ഓർക്കൊന്നും ഇത് കൃത്യമായിട്ട് അറിയാത്തവരുണ്ട് ഈ ഉള്ളിത്തേര്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോരുത്തരുണ്ട് ഇത് കൊള്ളാലോ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് എന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ തന്നെ ഇവിടെ കഴിച്ചു നോക്കാം. ഒടുക്കത്തെ ആൾക്കാർ ഒരു സീറ്റ് ഇട്ടില്ല, അതിന്റെ വിഷമത്തിലാണ് നിൽക്കുന്ന ക്ഷീണം മാറാൻ വേണ്ടിട്ട് ഒരു കർക്കട പ്രത്യേകത. ഇത് കുടിച്ചാല് മരണം ഒഴികെ എല്ലാ അസുഖം മാറുന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. ഫുഡ് പ്രൊമോട്ട് വെയിറ്റ് ലോസ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കുന്നത്. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി, ലോവറിംഗ് ഹൈ ബ്ലഡ് പ്രഷർ, ലോവർ കൊളസ്ട്രോൾ ലെവൽ. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് വെച്ചാൽ എവരി ഫുഡ് കഴിച്ചിട്ട് കൊളസ്ട്രോള് കൂടാൻ വേണ്ടിയിരുന്നു, അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ളത് കഴിക്കുന്നത്. പ്യൂരിഫൈങ് ബ്ലഡ്, അതുകൊണ്ടാണ് ഞങ്ങൾ ബ്ലഡ് ഒക്കെ കോമൺ കോൾസ് ആൻഡ് തോട്ട്, പ്രിവെന്റ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ്, ക്യൂർസ് സർക്കുലേറ്ററി ഡിസോർഡേഴ്സ്, മേ ബൂസ്റ്റ് ലിവർ ഹെൽത്ത്, ആന്റി ബാക്ടീരിയൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, അതുവരെ ഇത് കുടിച്ചിട്ട് മാറിയതാണ് ഇപ്പൊ പുതിയ കിട്ടിയ റിപ്പോർട്ടിൽ നിന്ന്. ഉള്ളിൽ കണ്ട തിരക്ക് കാരണം നമ്മൾ ഇതേപോലത്തെ വേറെ സെറ്റ് പറ്റുണ്ട്, അൽ കബീർ. ഇത് അൽ വാദി. അൽ കബീറിലേക്ക് പോയി നോക്കാം. അവിടെ ഇല്ലെങ്കിലോ? അവിടെ അല്ലെങ്കിൽ അടുത്ത ഹൈദരാബാദിലാണോ ഭക്ഷണത്തിനൊരു ഇത്? അപ്പൊ ഞങ്ങള് അവിടെ പോയിക്കാണ്ട് ഞങ്ങൾ അവിടെ പോയിക്കാണ്ട് സീറ്റൊക്കെ നോക്കിയാണ് പോയിരുന്നപ്പോ പെട്ടെന്ന് അസുഖം പിടിക്കും. അവിടെ സീറ്റ് ടീം രീതിയിലൊക്കെ മറ്റേ പിന്നീട് പറഞ്ഞ ശുപാർശ കൊടുത്താൽ കിട്ടിയവർക്കാണ് അസുഖത്തിന്റെ വീഡിയോ തന്നത്. ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലൊരു കലാകാരനാണ് അർഷു. ഞങ്ങൾക്ക് കബാബാണെന്ന് അറിയുന്നു. ഏത് കബാബാണ്? ഒരു പൈസ, ഒരു കീമ. അതെന്താ ഹെലികോപ്റ്റർ ഉണ്ടോ? അതവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ വന്ന് കുറച്ചറിയാം എന്ത് ഫുഡ് ഇട്ടാത്ത
നമ്മളപ്പുറത്തുള്ള കിട്ടിയില്ല. ആ ശരി. ഇതെന്താ കീമ? യെസ്, നമ്മള് കഴിച്ചിക്കണ്. ഇതാണ് കീമ. ഇതാണ് കീമ. ഒരു റൊട്ടി കൂട്ടി ഒന്നില്ല. പൊതുവെ നമ്മൾ കാണുന്ന കീമല്ലത്. ഇതൊരു പൊതുവെ നമ്മുടെ കീമിയിൽ ഇത്ര വെജീസും അധികം കാണാറുണ്ട്. ഇത് കൊള്ളാം. പക്ഷെ ഇവിടെ ഞങ്ങൾ കീമ ഇവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് ഐറ്റം. എല്ലാവരും നമ്മള് ആര് വന്നാലും ഓർഡർ ചെയ്തിട്ട് ഒരു മോശം വരാത്ത ഐറ്റം. അതായത് ഭയങ്കര ഹൈപ്പല്ല, പക്ഷെ കുറ്റം പറയില്ല. അങ്ങനത്തെ ഐറ്റം. ആർക്കും വേറൊരു പണി ഇട്ടാത്ത ഐറ്റം. അൽവാദിയിൽ ഒരു ഫുഡിനും വേറെ പണി ഇട്ടില്ല. എല്ലാം കിടല ഫുഡാണ്. പക്ഷെ ഇത് ടേസ്റ്റ് കൊണ്ട് അടിപൊളിയാണ്. അത് വിചാരിച്ച് ഇത് പേക്കാണ് ഇങ്ങനെ കൈയിടാൻ നിൽക്കരുത്. കൈയിട്ടാ പൊള്ളും. നമ്മള് ചെറിയ ഓഹോ പൈസക്കാരട്ട പെർപ്പട നമ്മളുടെ വഴി ട്രാൻസ്ഫർ ഒരു നാൾ ഇനി നാം വെൺകടലോരം. അവിടെ മഴയൊക്കെ വീഡിയോ എടുക്കുമ്പോ അവിടെ ഭക്ഷണത്തിന് ബഹുമാനിക്കണം. വീഡിയോ ഭക്ഷണത്തിന് ഞാനങ്ങ് ബഹുമാനിച്ചേക്കാം. അങ്ങനെ കഴിക്കണം. അത് ഞങ്ങൾ അപമാനിക്കലുണ്ട്. ये मुगलगल बोल के नया डिश स्टार्ट कर रहे हैं. मुगलगल. നമ്മൾ നല്ലൊരു സമയത്താണ് വന്നത്. ഇപ്പൊ പുതിയൊരു ഐറ്റം ടെസ്റ്റ് ചെയ്യാൻ വന്നു. ഞാൻ കഴിച്ചിട്ട് കഴിച്ചോളെ. കൊള്ളാലോ. നമ്മള് വന്ന നല്ല സമയമാണ്. അതായത് പുതിയൊരു സാധനം ഒരു ടെസ്റ്റ് അടിക്കുക, റെസിപ്പി ഉണ്ടാക്കി അല്ലേ, ഒരു പുതിയൊരു സാധനം ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നു. സാധനം കൊള്ളായിരുന്നു. കണ്ട, അതാണ് അങ്ങനെ പ്രശ്നം. എന്താ സമയത്ത് അങ്ങനെ അവസാന സാധനത്തിൽ നീ റൊട്ടിന്റെ വലിപ്പം കണ്ടോളി. ഇപ്പൊ എന്താ ആടെ പൊതിയാ മാത്രം ഉണ്ടോ വലിപ്പം? അതെ അതെ അതെ, കണ്ടാലും അറിയാം വിശപ്പില്ലാത്ത. ഇതാണ് ഒരു റൊട്ടി. അതായത് ഇതിന്റെ ഒരു കൈയാണ്. ഇതിന്റെ ഒരു ഡയമീറ്റർ അല്ല പറയാ. ഹൈദരാബാദിലെ ഏറ്റവും വലിയ കൈയാണ്. ഇതിനെക്കാട്ടി ഇത് ഡയമീറ്റർ തന്നെ അറിയാം. ഇങ്ങനെയൊക്കെ ഡയമീറ്റർ തന്നെ അറിയാം അല്ലല്ലേ? അതെ അതെ, എന്റെ ഡയമീറ്റർ ചുറ്റുമ്പോ ഇതിന്റെ ഒരു കൈ. ആ അല്ല, ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. ഭക്ഷണം കഴിക്കുമ്പോ കുറച്ച് അതിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തൽക്കാലം ഭക്ഷണത്തിലോട്ട് കിടക്കാം. ആശുപത്രി കിട്ടാം. അതിന്റെ ബീജം അതൊന്നും വേണ്ട. നല്ല സാധനം. ചൂട് 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 ചൂട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.